നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യമനിൽ കാര്യങ്ങൾ മാറിമറിയുകയാണ്. നിമിഷപ്രിയ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇറാനുമായി ഇടപെടൽ നടത്തുകയാണ്. നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ഒടുവിലത്തെ പോംവഴി ഇതൊന്നു മാത്രം. ഇറാൻ പറയുന്നതിനപ്പുറം യമൻ പോകില്ല എന്നുള്ളത് ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതീക്ഷ. ഇറാനുമായി മികച്ച നയതന്ത്ര ബന്ധമാണ് ഇന്ത്യക്കുള്ളത്. അത് ഗുണം ചെയ്യുമെന്നാണ് കേന്ദ്ര സർക്കാർ വിശ്വസിക്കുന്നത്. കാന്തപുരത്തിന്റെ ഉറ്റചങ്ങാതി ഷൈഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിസ് ഇറാനിലെ മതപണ്ഡിതരുമായും ചർച്ചകൾ നടത്തുന്നുണ്ട്. അവസാന മണിക്കൂറിൽ അത്ഭുതം സംഭവിക്കുമോ? ആശങ്കയേറുകയാണ്. എന്നാൽ അത്ഭുതം സംഭവിക്കുമെന്ന് ഹാഫിസ് ഉറച്ചു വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ ശുഭപ്രതീക്ഷയ്ക്ക് പിന്നിൽ രണ്ട് കാരണങ്ങളുണ്ട്. അതിലൊന്ന്, ആ കുടുംബവുമായി ചർച്ച നടത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഉത്തര യമനിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ വൈകാരികമായി ആളിക്കത്തിയ കേസാണ് ഇത്. അന്ന് നിമിഷപ്രിയയെ അവരുടെ കയ്യിൽ കിട്ടിയിരുന്നുവെങ്കിൽ ഏറ്റവും പൈശാചികമായി അവരെ കൊലപ്പെടുത്തിയേനെ. ഇത്രയും കാലം ആ കുടുംബവുമായി സംസാരിക്കാൻ പോലും ഇന്ത്യയിൽ ആർക്കും സാധിച്ചിരുന്നില്ല. ഒടുവിൽ സമാധാന ചർച്ചകൾക്ക് വഴിയൊരുങ്ങി എന്നുള്ളത് ശുഭസൂചന തന്നെയാണ് എന്ന് ഹാഫിസ് വ്യക്തമാക്കുന്നത്. 2. തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്വാഹ് മഹ്ദിയുടെ മകൻ ഖലീൽ അബ്ദുൾ ഫത്വാഹ് 1 വർഷം മുൻപ് കൊല്ലപ്പെട്ടപ്പോൾ ദിയാധനം പോലും വാങ്ങാതെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം മാപ്പ് നൽകുകയായിരുന്നു. മാപ്പ് നൽകുന്നവന് അള്ളാഹു വലിയ പ്രതിഫലം നൽകുമെന്നാണ് അന്ന് തലാലിന്റെ സഹോദരൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. അവസാനവട്ടം മനംമാറ്റമുണ്ടായി മാതൃക കാട്ടിയ അബ്ദുൾ ഫത്വാഹ് മഹ്ദി നിമിഷപ്രിയയുടെ കാര്യത്തിലും ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കും എന്നാണ് സൂഫി പണ്ഡിതൻ ഉറച്ച് വിശ്വസിക്കുന്നത്. ആ ഒരു പ്രതീക്ഷ അദ്ദേഹം കൈവിടുന്നതുമില്ല. പല ഘട്ടത്തിലും കുടുംബം ചർച്ചകളോട് അനുകൂലമായി പ്രതികരിച്ചിരുന്നു. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അനുനയിപ്പിച്ച് മാപ്പിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് യമനിലെ തന്നെ പ്രതിനിധി സംഘത്തിന്റെ ഭാഗത്തു നിന്ന് സജീവമായി നടക്കുന്നത്. തലാൽ മഹ്ദിയുടെ സഹോദരൻ അബ്ദുൾ ഫത്വാഹ് മഹ്ദി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികൂലമായി പ്രതികരിക്കുന്നുണ്ടെങ്കിലും ചർച്ചയുമായി പ്രതിനിധി സംഘം മുന്നോട്ടു പോകുകയാണ്. എന്നാൽ അദ്ദേഹത്തെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ചർച്ചയുടെ മുന്നോട്ടു പോക്കിന് തടസ്സമാകുന്നത്. കേരളത്തിൽ നിന്നുൾപ്പെടെ നടക്കുന്ന ബാഹ്യ ഇടപെടലുകൾ അനുനയത്തിലെത്തുന്നതിന് സാങ്കേതിക തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതായി യമനിലെ പ്രതിനിധി സംഘം കാന്തപുരത്തെ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടെ അബ്ദുൾ ഫത്വാഹ് മഹ്ദി ഫേസ്ബുക്കിലിട്ട 2 പോസ്റ്റിന് താഴെയും നിമിഷപ്രിയയുടെ മോചനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന നിരവധി കമന്റുകൾ ഉണ്ടായിരുന്നു. അറബിയിലും മലയാളത്തിലുമാണ് അദ്ദേഹം ഇന്നലെ പോസ്റ്റ് ഇട്ടത്. ഒരു ചാനലിന്റെ കാർഡും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മലയാളം മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഉൾപ്പെടെ വരുന്ന വാർത്തകളെയാണ് അദ്ദേഹം വിമർശിക്കുന്നത്. എന്നാൽ എത്രയും പെട്ടെന്ന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നതിന് തിടുക്കപ്പെട്ടുള്ള നീക്കത്തിന് ശ്രമിക്കുകയാണ് തലാലിന്റെ കുടുംബം. കാരണം ഇന്ത്യയിൽ നിന്ന് പലതരത്തിലുള്ള നീക്കവും മധ്യസ്ഥ ചർച്ചകളും നടക്കുന്നതാണ് ഇതിന് കാരണം. നയതന്ത്ര ഇടപെടലിനേക്കാൾ മതപണ്ഡിതരെ ഉപയോഗിച്ച് മധ്യസ്ഥ ചർച്ച നടത്തുന്നത് ആ കുടുംബത്തെ സമ്മർദ്ദത്തിലാഴ്ത്തുന്നു. നിമിഷപ്രിയയെ പൊതുമധ്യത്തിൽ കൊന്ന് കെട്ടിത്തൂക്കാനുള്ള വെറിയാണ്. അവൾ പിടഞ്ഞു മരിക്കുന്നത് കാണണമെന്ന വെറിയിലാണ് തലാലിന്റെ സഹോദരൻ. അതിന് കാരണം ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും വരുന്ന വാർത്തകൾ തലാൽ കുടുംബത്തെ വെറുപിടിപ്പിക്കുന്നു എന്നുള്ളതാണ്. കാട്ടറബിയുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവൻ ചത്തു മലച്ചതെന്നും അവൻ ചാകേണ്ടവനാണ് എന്നൊക്കെയാണ് മലയാളികൾ പടച്ചുവിടുന്ന പോസ്റ്റുകൾ. ആ കുടുംബത്തെ കൂടുതൽ മുറിവേൽപ്പിക്കുന്നുണ്ട് ഇതൊക്കെ. മറ്റൊരു കൂട്ടർ നിമിഷപ്രിയ ചാകേണ്ടവളാണ്, അവളെ കൊല്ലണം എന്നാണ് കൊലവിളി നടത്തുന്നത്. കേരളത്തിൽ നിന്നുള്ള വാർത്തകൾ, സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ തർജ്ജിമ ചെയ്ത് കുടുംബാംഗങ്ങൾ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് മലയാളികൾ സംയമനം പാലിക്കണമെന്നാണ് കാന്തപുരം ഉൾപ്പെടെ ഇപ്പോൾ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നിമിഷപ്രിയയെ രക്ഷിക്കുന്നതിനുള്ള അവസാന നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാരും മതപണ്ഡിതരും ചേർന്ന് നടത്തുന്നത്. അത് ഫലം കാണുമോ എന്ന് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അറിയാം. ജൂലൈ 16-നായിരുന്നു വധശിക്ഷ നടപ്പാക്കേണ്ടിയിരുന്നത്. കാന്തപുരവും കേന്ദ്ര സർക്കാരും ഒക്കെ ഇടപെട്ടതുകൊണ്ട് തന്നെയാണ് ആ വധശിക്ഷ മരവിപ്പിച്ചത്. എന്നാൽ പിന്നീടുള്ള തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഏത് നിമിഷം വേണമെങ്കിലും തീയതി യമൻ സർക്കാർ പ്രഖ്യാപിക്കാം. അതിനു മുൻപ് തന്നെ എന്തെങ്കിലും ഒരു നീക്കം നടത്താനുള്ള തകൃതിയായ ഓട്ടത്തിലാണ് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള സംഘടനകളും മതപണ്ഡിതരും കാന്തപുരവും യമനിലുള്ള മതപണ്ഡിതരും ഒക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിമിഷപ്രിയയെക്കുറിച്ചുള്ള വാർത്തകളാണ് ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും എല്ലാം ഇപ്പോൾ നിറയുന്നത്.
ഇതോടുകൂടി മറ്റു ചില വാർത്തകൾ കൂടി ഇപ്പോൾ ഉയർന്നു വരികയാണ്. വിദേശത്തെ ജയിലുകളിൽ വധശിക്ഷയും കഠിന ശിക്ഷകളും അനുഭവിക്കുന്ന നിരവധി ഇന്ത്യക്കാരുണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്ക്. ഗൾഫ് നാടുകളിലടക്കം 86 രാജ്യങ്ങളിലായി 10,152 ഇന്ത്യക്കാരാണ് ജയിലുകളിൽ കഴിയുന്നതെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി അറിയിക്കുന്നു. മാർച്ചിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പാർലമെന്റിൽ വെച്ച ഔദ്യോഗിക കണക്കാണിത്. എന്നാൽ ഔദ്യോഗിക കണക്കുകളേക്കാൾ അധികം പേർ വിവിധ രാജ്യങ്ങളിലെ ജയിലുകളിൽ ഉണ്ടെന്നാണ് വിവിധ സംഘടനകളടക്കം വ്യക്തമാക്കുന്നത്. സൗദി അറേബ്യയിലാണ് ഏറ്റവും അധികം ഇന്ത്യക്കാർ ശിക്ഷ അനുഭവിക്കുന്നത്, 2633 പേർ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ 49 പേരാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് വിവിധ രാജ്യങ്ങളിലായി കഴിയുന്ന ഇന്ത്യക്കാരുടെ കണക്കുകൾ രാജ്യസഭയിൽ ഉയർന്ന ചോദ്യത്തിന് മറുപടിയായാണ് വിശദമായ കണക്ക് മാർച്ച് 20-ന് വിദേശകാര്യ മന്ത്രാലയം സമർപ്പിച്ചത്. ഇത് പ്രകാരം UAE-യിൽ മാത്രം 25 ഇന്ത്യക്കാരും സൗദിയിൽ 11 ഇന്ത്യക്കാരും വധശിക്ഷ കാത്തു കഴിയുന്നുണ്ട്. ആ കണക്കുകൾ കൂടി ഒന്ന് നോക്കാം. UAE 25, സൗദി അറേബ്യ 11, മലേഷ്യ 6, കുവൈറ്റ് 3, ഇന്തോനേഷ്യ, ഖത്തർ, USA, യമൻ 1 വീതമാണ്. ഒടുവിലെ വധശിക്ഷ UAE-യിലാണ് നടന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ 2 മലയാളികളടക്കം 3 ഇന്ത്യക്കാരുടെ വധശിക്ഷ UAE നടപ്പാക്കിയിരുന്നു. കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞതാണ് മൂവരും. കുവൈത്തിലും സൗദി അറേബ്യയിലും 3 വീതവും സിംബാബ്വേയിൽ ഒരാളും ഉൾപ്പെടെ 7 പേർക്കും കഴിഞ്ഞ വർഷം വധശിക്ഷ നടപ്പാക്കിയിരുന്നു. കൊലപാതകം, അക്രമം, ലഹരിമരുന്ന് ഉപയോഗം, ഭീകരബന്ധങ്ങൾ തുടങ്ങി വിവിധ കുറ്റങ്ങളിലായാണ് ഇന്ത്യക്കാർ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത്.